ശ്രീജിത്ത് പണിക്കർക്ക് മാത്രം ചില ടോളുകളിൽ ടോള് കൊടുക്കണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ശ്രീജിത്ത് പണിക്കറാണ് വരുന്നത് എങ്കിൽ ടോള് തന്നിട്ട് പോയാൽ മതി? എന്താ സംഭവം? അതായത് ശ്രീജിത്ത് പണിക്കർ തൻ്റെ ഫാമിലിയോടൊപ്പം ഒരു സ്വകാര്യമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി പോയി വരികയാണ്. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം കോഴിക്കോട് കഴിഞ്ഞ് മലപ്പുറം വഴിയാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ താനൂരിലെ ഒരു ടോൾ ഗേറ്റ് ഉണ്ട്. ആ താനൂരിലെ ടോൾ ഗേറ്റുമായി ബന്ധപ്പെട്ടാണ് ശ്രീജിത്ത് പണിക്കർക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഫേസ്ബുക്കിൽ തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹം കുറിപ്പ് പങ്കുവെച്ചിട്ടുണ്ട്. അതായത് അവിടെ DYFI തന്നെ ഈ ടോൾ ബൂത്തിനെതിരെ പ്രതിഷേധവും സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. കാരണം അനധികൃതമായി ടോൾ പിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു ആരോപണമുള്ളത്. അപ്പോൾ ശ്രീജിത്ത് പണിക്കർ ഈ ടോൾ ബൂത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ടോൾ ബൂത്തിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹത്തെ തടയുന്നു. നോർമലായി അദ്ദേഹം പൈസ ചോദിക്കുമ്പോൾ ഇവിടെ ഫാസ്ടാഗ് ഉണ്ട്. ഇപ്പോൾ എല്ലായിടത്തും ഫാസ്ടാഗാണ്. ഫാസ്ടാഗ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഫാസ്ടാഗ് ഇല്ല എന്ന് മറുപടി പറയുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു എൻ്റെ കയ്യിൽ ചില്ലറയായിട്ട് 10 രൂപ ഇല്ല, കാരണം ഈ ഫോണിലാണ് പൈസ ഉള്ളത് എന്ന നിലയിൽ പറയുന്നു. അപ്പോൾ മറ്റുള്ള വാഹനങ്ങളെല്ലാം പണമില്ലാതെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് സംശയം തോന്നി, എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരെയും കടത്തിവിടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പലരും കടന്നു പോകും, താൻ ശ്രീജിത്ത് പണിക്കരല്ലേ, അതുകൊണ്ട് താൻ പൈസ അടച്ചിട്ട് പോയാൽ മതി എന്ന ധാർഷ്ട്യത്തിൻ്റെ മറുപടിയാണ് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഒരാളോട് മാത്രം ഈ ടോൾ ബൂത്തുകാരന് പ്രത്യേകിച്ച് ഒരു അലർജി തോന്നേണ്ട കാര്യം എന്താണ്? അത് നോക്കി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ശ്രീജിത്ത് പണിക്കരല്ലേ, താൻ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ചാനൽ ചർച്ചയിലൊക്കെ കാണുന്ന കൃത്യമായ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ആളല്ലേ, അതുകൊണ്ട് താൻ ടോൾ തന്നിട്ട് പോയാൽ മതി. കൃത്യമായ ഒരു പൊളിറ്റിക്കൽ വിദ്വേഷം അല്ലെങ്കിൽ അജണ്ട അവിടെ ശ്രീജിത്ത് പണിക്കർക്കെതിരെ പ്രവർത്തിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ പുള്ളി കളിച്ചത് ശ്രീജിത്ത് പണിക്കരോടാണ് എന്നുള്ളത് അവന് മനസ്സിലായിട്ടില്ല. കാരണം ഉടനെ തന്നെ പുള്ളി മുഹമ്മദ് റിയാസിന് പരാതി അയച്ചു. അതുപോലെ തന്നെ KB ഗണേഷ് കുമാറിനെ അദ്ദേഹം വിളിച്ചു. ഇത്തരത്തിലൊരു പെരുമാറ്റമുണ്ട്, അങ്ങനെ എല്ലാ ആളുകളെയും പണം നൽകിയാണ് കടത്തിവിടുന്നതെങ്കിലും ഓക്കെ, ബാക്കിയുള്ളവരെല്ലാം പണം നൽകി കടത്തിവിടുന്നു, ശ്രീജിത്ത് പണിക്കരോട് മാത്രം പണം വാങ്ങും, അല്ലെങ്കിൽ പണം വന്നിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കർ അല്ലേ എന്നുള്ള ആക്ഷേപകരമായിട്ടുള്ളൊരു നമ്മൾ താൻ അതല്ലേ, താൻ അങ്ങനെയല്ലേ, തൻ്റെ പേര് പാർത്ഥന്നല്ലേ, താൻ തന്നിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ അത് നമ്മളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നമ്മളെന്തോ മോശക്കാരാണ് എന്ന അർത്ഥത്തിലാണ് ആ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ പരാതി കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ വരുന്നു. അപ്പം അവിടെ അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ തരത്തിൽ, അത് തൻ്റെ കയ്യിൽ 10 രൂപ പോലും ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിലൊക്കെ ചിലപ്പോൾ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ 10 രൂപ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെ ഫാസ്ടാഗ് വെക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. മാത്രമല്ല അനധികൃതമായിട്ടാണ് അവിടെ ടോൾ പിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ടോള് പിരിച്ചതിന്റെ അതെ, അതാണ് ഒന്ന്. രണ്ടാമത്തത്, ഈ ടോൾ DYFIന്റെ സമരമൊക്കെ വന്നതിന് ശേഷം അവിടെ ടോള് പല ആളുകളെയും കടത്തി വിടുന്നുണ്ട്. ആൾക്കാരെയൊക്കെ നോക്കി ദൂരെ നിന്ന് വരുന്ന വണ്ടിയൊക്കെ നല്ല വണ്ടികളോടൊക്കെയാണ് ഈ ടോള് ഇവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ ശ്രീജിത്ത് പണിക്കർക്ക് പുറകിലുള്ള കുറേ വണ്ടിക്കാർ വന്ന് ഇദ്ദേഹത്തെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടത് കണ്ടിട്ട് അവരിറങ്ങുന്നു, അവരോട് സംസാരിക്കുന്നു. പിന്നെ ആ സംസാരം നീണ്ട് അതൊരു ചീത്തവിളിയിലേക്ക് എത്തുന്നു. അതായത് തുറന്നു വിടണോ വണ്ടി എന്നുള്ള നിലയിലേക്ക് എത്തിയപ്പോഴാണ് ഇദ്ദേഹത്തിനെ തുറന്നു വിട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അദ്ദേഹം പൈസ അടച്ചു. പൈസ അദ്ദേഹം എങ്ങനെയോ അവിടെ വാങ്ങി അടയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈകാര്യം ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് അവരൊരു ബില്ല് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ബില്ല് കൊടുക്കുമ്പോൾ അതിലും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഒരു വശത്തേക്ക് പോകുന്നതിനാണല്ലോ നമുക്ക് ഒരു ബില്ല്. ഇവർ പെട്ടെന്ന് കീറിക്കൊടുത്തത് 2 വശത്തേക്കും പോകുന്ന ബില്ലാണ് ഇവർ കീറിക്കൊടുത്തത്. അതിൽ 7.50 രൂപയാണ് ഈ ടോളായിട്ട് വരുന്നത്. ഇതിലെന്താണ് ഈ പറയുന്ന നമ്മളൊരു നമ്പർ ഉണ്ടാവും. ഈ കൂപ്പണിന്റെ മുകളിൽ അല്ലെങ്കിൽ ബില്ലിന്റെ മുകളിൽ അതെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. അത്തരത്തിലൊരു നമ്പർ ഇല്ല. ആ നമ്പർ ഇല്ലാതെയാണ് ഇവർ ഇത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് തട്ടിക്കൂട്ട് പരിപാടിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് താനൂർ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം ഒരു പരാതി കൊടുത്തു. താനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ അവിടെ ശ്രീജിത്ത് പണിക്കരോട് പറഞ്ഞത്, ഈ പരാതി ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് താനൂർ SHO അദ്ദേഹത്തോട് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി താനൂർ SHO പറയുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഈ പറയുന്ന ഇതിൻ്റെ സബ് കോൺട്രാക്ടറുടെ പേര് അഭിലാഷ് എന്നാണ്. അതുപോലെ തന്നെ മെയിൻ കോൺട്രാക്ടറുടെ പേര് സക്കീർ എന്നാണ്. അവിടെ നിന്നിട്ടുള്ള ആള് അവിടെ ഒരു ജോലിക്കാരൻ നിന്നു എന്ന് പറയുന്നുണ്ട്. ഈ പുള്ളിക്കാരനും വേറെ ഏതോ ഒരു രാഷ്ട്രീയ അജണ്ടയുള്ള വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരാളുടെ പേരിനോട് ഇത്രയ്ക്ക് അസഹിഷ്ണുത തോന്നണമെങ്കിൽ, ഒരാളുടെ രാഷ്ട്രീയത്തോട് ഇത്രയ്ക്ക് അസഹിഷ്ണുത തോന്നണമെങ്കിൽ അയാളുടെ രാഷ്ട്രീയം എന്തായിരിക്കുമെന്ന് നമുക്ക് ചെകഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. നീ ശ്രീജിത്ത് പണിക്കരല്ലേ, നീ ടോൾ തന്നിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ നമ്പർ 1 സുഡാപ്പികളിൽ ഒരാളായിരിക്കും എന്നാണ് ചർച്ചകൾ വരുന്നത്. എന്തായാലും അത്തരത്തിൽ സംശയിക്കാതിരിക്കുന്നതുകൊണ്ട് നമുക്കും വലിയ കാര്യമൊന്നുമില്ലല്ലോ, കാരണം നമുക്ക് ന്യായമായും സംശയിച്ച് പോവാം. പക്ഷേ
പക്ഷേ ഇവരുടെ ഈ രാഷ്ട്രീയം എവിടെയാണ് കൊണ്ടുപോയി ഇവർ പയറ്റുന്നത്, എങ്ങനെയാണ് കേരളത്തിൽ വിദ്വേഷങ്ങൾ വരുന്നത് എന്നാണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ തൊഴിലെടുക്കുന്നു, കാര്യങ്ങൾ കൃത്യമായി പഠിക്കുന്നു, നിരീക്ഷിക്കുന്നു. അദ്ദേഹത്തോട് എതിരഭിപ്രായമുള്ള ആൾക്കാരുണ്ടായിരിക്കാം, അത് അവർ പറയുന്നു, അവരോടുള്ള എതിരഭിപ്രായം ഇദ്ദേഹം പറയുന്നു. ഇതിനൊക്കെ അപ്പുറത്തേക്ക് രാഷ്ട്രീയം എന്നത് അവിടെ, അതായത് ആശയപരമായിട്ടുള്ള പോരാട്ടമാണെന്നും തമ്മിലുള്ള കലഹമല്ലെന്നും അത് മനസ്സിലാക്കണം. നമ്മുടെ ശാരീരികമായ ഏറ്റുമുട്ടലോ തമ്മിലുള്ള വിദ്വേഷമോ അല്ല പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പൊളിറ്റിക്സ് ഒരു ആശയ സംവാദമാണ്. ഇതുമായി ബന്ധപ്പെട്ട് താനൂർ SHO ഇത് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ലെങ്കിലും അദ്ദേഹത്തിനെതിരെ കൂടി ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കർ കൃത്യമായി കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഒപ്പോൾ ഇതിനെ വെറുതെ വിടാൻ ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ്. അതായത് ശ്രീജിത്ത് പണിക്കർ തയ്യാറായിട്ടില്ല. അദ്ദേഹം നിയമ നടപടിയുമായി മുന്നോട്ട് പോകും, കേസ് കൊടുക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിയമ നടപടിയുമായി താൻ മുന്നോട്ട് പോകുമെന്ന് വളരെ വിശദമായി ശ്രീജിത്ത് പണിക്കർ പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീജിത്ത് പണിക്കരുടെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നു. ഈ പറഞ്ഞ പുള്ളി തന്നെയാണ് വിളിച്ചത്. അത് എനിക്കറിയാതെ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോണ്ടാക്ടർ വഴി, അതായത് ഈ പറഞ്ഞ കോണ്ടാക്ടർ വഴി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ള നിലയ്ക്ക് പറഞ്ഞപ്പോൾ, ഞാൻ അങ്ങനെയൊന്നും നിങ്ങൾ ഇങ്ങനെയല്ലേ എന്നോട് സംസാരിച്ചതെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ അങ്ങനെയൊന്നും നിങ്ങളോട് സംസാരിച്ചിട്ടില്ല എന്ന് ഇങ്ങോട്ട് പഠിപ്പിക്കാൻ നിന്നു. പക്ഷേ ശ്രീജിത്ത് പണിക്കരെടുത്ത കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമുക്കറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം ചോദിച്ചതിന് മറുപടി പറയാൻ പറ്റാതെ വന്ന സമയത്ത് എന്താണ്, ഇദ്ദേഹത്തെ സമ്മതിക്കേണ്ടി വരുന്നു. പിന്നീട് ഫോണ് കട്ട് ചെയ്ത് ഒഴിവാകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ തരത്തിൽ പ്രതികരിക്കുന്ന ആളുകളോട് എല്ലാ തരത്തിലും വലിയ രീതിയിലുള്ള എന്താണ് അസഹിഷ്ണുതയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പറയും എന്താണ് ഇവിടെ ഒരു സംഘപരിവാർ പൊളിറ്റിക്സ് ഉള്ള ആളുകൾക്കാണ്, അല്ലെങ്കിൽ ഹിന്ദുത്വ പൊളിറ്റിക്സ് ആണ് ഇവിടെ അസഹിഷ്ണുത കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ പറയും. പേര് നോക്കിയിട്ടാണ് ഈ പറയുന്ന ആളുകളൊക്കെ ഇങ്ങനെ ഒരു പ്രതികാര നടപടിയുമായി വരുന്നത്. അങ്ങനെ പേര് നോക്കിയിട്ട് പ്രതികാര നടപടി വരികയാണെങ്കിൽ കൃത്യമായി നമുക്കും ഈ പറഞ്ഞവൻ്റെ പേര് നോക്കിയിട്ട് ഇവൻ്റെ പിന്നെ എന്താണ് പൊളിറ്റിക്സ്, ഇവൻ്റെ മതം, ഇവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി സംസാരിക്കേണ്ടി വരില്ലേ? അങ്ങനെ ഒരു വൃത്തികേടിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ എങ്കിൽ പോലും എന്ത് തരത്തിലുള്ള അജണ്ടയാണ് ഇവരുടെയൊക്കെ ഉള്ളിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ശ്രീജിത്ത് പണിക്കരോട് പല ആളുകൾക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്, പല വിഷയങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ നിയമ ലംഘനത്തിൻ്റെ പുറകിൽ കൊണ്ടുപോകുന്ന ഒരു ടോൾ ബൂത്ത്, ആ ടോൾ ബൂത്തിലേക്ക് DYFI ഭരിക്കുന്ന സംഘടനയുടെ യുവജന സംഘടന തന്നെ ഒരു സമരം നടത്തുന്നു. എന്നിട്ടും ആ ടോൾ ബൂത്ത് അവിടെ പ്രവർത്തിക്കുകയാണ്. ഇത് ഏത് തരം നയമാണ് ഇത്? എന്നിട്ട് അവിടെ പരാതി കൊടുത്തപ്പോൾ താനൂർ SHO പോലും ഇവർക്ക് അനുകൂലമായി സംസാരിക്കുന്നു. ഇപ്പോൾ ആണ് ഇത് ഒരു ഗവൺമെൻറ് ശ്രദ്ധയിലെത്തിയത്. ശ്രീജിത്ത് പണിക്കരെ പോലെ പ്രമുഖനല്ലാത്തൊരു വ്യക്തിക്കാണ് ഇത്തരം അനുഭവം ഉണ്ടായതെങ്കിലോ. ഇവിടെ ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റിന് താഴെ ഞാനൊന്ന് നോക്കി, അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റുകൾ കണ്ടു. അതായത് ഞാൻ ടോൾ കൊടുക്കാതെ പോയപ്പോൾ എൻ്റെ കാറിന് അത് ശക്തമായി അടിച്ചു എന്നാണ് പറയുന്നത്. ഇവർക്ക് ടോൾ വാങ്ങാൻ അനുവാദമുണ്ടോ? ഇവരുടെ ടോൾ കഴിഞ്ഞതാണോ? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ഇവർ കാലാവധി ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ടാണോ അവർ വാങ്ങുന്നത്? എന്തുകൊണ്ട് രജിസ്ട്രേഷൻ നമ്പർ ഇല്ലാത്ത പിന്നെ ഈ ബില്ല് കൊടുക്കുന്നു? ഈ പറയുന്ന ഫ്രോഡ് പരിപാടി, പക്ക ഫ്രോഡ് പരിപാടി. ഈ ഫ്രോഡ് പരിപാടിക്ക് ആരൊക്കെ ഇതൊക്കെ ആരാ കൂട്ടു നിൽക്കുന്നത്? ഈ താനൂർ MLA അവിടെ പോയി കിടക്കുകയാണ്. താനൂരിന് ഒരു MLA ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു താനൂർ MLA ആണോ ഈ പറയുന്ന അബ്ദുറഹ്മാൻ എന്നൊരു സംശയം എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മന്ത്രിയാണ്, എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. അതെ, മലപ്പുറം താനൂര്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അബ്ദുറഹ്മാൻ ആണെങ്കിൽ അദ്ദേഹം അവിടുത്തെ മന്ത്രിയാണ്. ഈ മണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും അദ്ദേഹം അറിയുന്നില്ലേ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇത്തരത്തിൽ തട്ടിപ്പുകളുടെ കൂടാരമായി കേരളം മാറിപ്പോകുന്നുണ്ട്. ഒരുപാട് എല്ലാ മേഖലകളിലും തട്ടിപ്പ്, എല്ലാ രീതികളിലും തട്ടിപ്പ്. ഈ രീതിയിൽ എന്താണ് പ്രതികരിക്കുന്ന ആളുകളെ വഴിയിൽ തടഞ്ഞ് അവരോട് പിന്നെന്താണ് വാശി തീർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുക. അല്ല, തന്നെ നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി. ധന്യക്ക് അവസാനമായി ഇത്തരത്തിലൊരു കാര്യത്തോട് ധന്യ യോജിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇതിലൊരു അനുഭവം കൂടി പറഞ്ഞു ഞാൻ നിർത്താം. ഞങ്ങളുടെ തിരുവനന്തപുരത്ത് തിരുവല്ലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പരശുരാമന്റെ ഒരേ ഒരു ക്ഷേത്രമുള്ള സ്ഥലമാണ് തിരുവല്ലം. അവിടെ ഒരു ടോളുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു ചാനലിലായിരുന്നപ്പോൾ അവരുടെ വണ്ടിയിലാണ് എന്നെ കൊണ്ടുവന്ന് വീട്ടിൽ വിടുന്നതും തിരിച്ച് എൻ്റെ ലീവ് കഴിഞ്ഞ് അവരെന്നെ വിളിച്ച് കൊണ്ടുപോകുന്നത് അവരുടെ വണ്ടിയിലാണ്, തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ. ഞാനും എൻ്റെ ബ്രദറും ക്യാമറാമാനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ എന്നെ വീട്ടിൽ ഇറക്കിയിട്ട് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകനാണ്, അപ്പോൾ എൻ്റെ ബ്രദറിനെ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ടോളിൽ വെച്ചിട്ട് ഇവർ നിർത്തുന്നു. അപ്പോൾ പൈസ പിരിക്കുന്നു. അപ്പോൾ ഇവർ ഇത്രയും പൈസ എന്തിനാ, അമിതമായ പൈസ ഈടാക്കിയപ്പോൾ ചോദിച്ചു എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. പിന്നീട് അവിടെ അനിയനും ക്യാമറാമാനും അവിടുത്തെ ടോളിലെ ആളും തമ്മിൽ പ്രശ്നം നടക്കുന്നു. ഇവരതിനെ വാർത്തയാക്കി ലൈവാക്കി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നു. ഒരുപാട് പേർ അതിനെ കമൻറ്റുമായി വരുന്നു. പക്ഷേ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട, അവരെ സ്വൈര്യമായി ജോലി ചെയ്യാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 3-4 തവണ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ സ്റ്റേഷനിൽ വരേണ്ട അവസ്ഥയുണ്ടായി. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ മാഫിയയാണ്.
ഇതിന്റെ പിന്നിൽ ഒരു വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പരിധി വരെ എന്താ പറയുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ പ്രതികരിക്കാൻ കഴിയും. പ്രശ്നങ്ങളല്ല, പ്രതികരിക്കാൻ കഴിയും. പക്ഷേ നമ്മൾ പ്രതികരിക്കും തോറും ശത്രുക്കൾ കൂടുന്നല്ലാതെ ഇതിലൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ആ വിഷയത്തോടു കൂടി ഞാൻ തിരിച്ചറിഞ്ഞതാണ്. അല്ല, ഇതൊരു സാധാരണക്കാരനായിരുന്നെങ്കിലും അതെ, എത്രമാത്രം പ്രശ്നം അനുഭവിക്കേണ്ടി വരും? തീർച്ചയായിട്ടും.